അത് കോലുകൊണ്ട് തരാണ്. അയ്യോ ഇനി സംശയ എനിക്കൊരു ബോളുള്ളൂ, ഒന്നും കാണാനില്ല. നിന്റെ ബോളും ഒന്ന് നിന്റെ പെണ്ണുമ്പളെ പിടിതെടുത്തിട്ടുണ്ടാവും, ചുട്ടു വറുത്ത് തിന്നിട്ടുണ്ടാവും, അതായിരിക്കും. അപ്പൊ ഒരു പിടുക്ക്, അതിനെ പറയണ പേരാണ് പിടുക്ക്, ഒറ്റപ്പിടുക്ക്. അപ്പൊ നിനക്ക് ഒറ്റപ്പിടുക്കേ ഉള്ളൂ മോനെ, അപ്പൊ നിനക്ക് കുട്ടികളില്ല. ഒറ്റപ്പിടുക്ക് എന്ന് പറയും അതിന്. 2 പിടുക്കുള്ളവർക്ക് മാത്രമേ മക്കളുണ്ടാവുള്ളൂ. അപ്പൊ നീ ഒറ്റപ്പിടുക്കനാണ്, നിന്റെ പേര് ഒറ്റപ്പിടുക്കൻ. യൂസറിന്റെ പേര് ഒറ്റപ്പിടുക്കൻ. ജമ്മു ജമ്മു ബെസ്റ്റ് ഒറ്റപ്പിടുക്ക്. ജമ്മു എവിടെയായിരുന്നു ഇന്നലെ? ജമ്മു ഇന്നലെ പോയ കാര്യം നടന്നില്ല, ത്രെഡ് ചെയ്തു വന്നു. ബാങ്കിൽ പോയില്ല, മഴ പെയ്തു, ഇന്ന് പോണം. ബട്ടർ ജമ്മു ദേ എന്റെ കൂട്ട് ബിജി. ഹായ് ബിജി, ഹൗ ആർ യു? നിന്റെ ഇതെങ്ങനെയുണ്ട്? ഈ കളറ് കൈ ഒന്നും ചെയ്തില്ല, കാലെങ്ങനെയുണ്ട് നോക്കിയേ. മൈൻ്റെ ഷർട്ട് ഉരുട്ടിട്ടില്ല, കാലും എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് എന്റെ കാല് കളറ്? ക്യൂടെക്സ് പർപ്പിൾ കളർ, പർപ്പിൾ കളയോ നമ്മള്. അപ്പൊ ഇവന്റെ പേര് നല്ല കൈ ഒന്നും ചെയ്തു. അപ്പൊ ഓക്കെ, അപ്പൊ അവനക്കിന്റെ പേര് ഒറ്റപ്പെടും. എനിക്കൊരു ബോളുള്ളൂ, ഒന്നും കാണുന്നില്ല. എനിക്കൊരു ബോളേ ഉള്ളൂ, സൂക്ഷിക്കണം. ഒരു ബോളുള്ളവർക്ക് ഒറ്റപ്പിടിക്കുന്ന പേര് ഞാൻ നിനക്ക് ഇനി ഞാൻ നിന്നെ യൂസർ എന്ന് വിളിക്കില്ല മുത്തേ, ഞാൻ നിന്നെ ഒറ്റപ്പിടിക്കൻ. നീ പോയി ഐഡി പേരിട്ടിട്ട് ഒറ്റപ്പിടിക്കുന്ന പേരിട്ട് വേഗം ചെല്ലും. ബിജി നിനക്കിട്ട പേരാണോ ഒറ്റപ്പിടിക്കൻ? ചെല്ല്. ജമ്മു നിനക്ക് വേണ്ട പാവത്തിന്. എന്തിനാ എന്റെ മുത്തിനെ ഞാൻ പബ്ലിക്ക് ഇങ്ങനെയൊക്കെ കളിയാക്കണം? ഞാൻ മാത്രം ജമ്മുവിന് ഞാൻ കളിയാക്കിയിട്ടില്ല. കുറച്ചുകൂടെ മുന്നേ ജമ്മു അതിന് തീർന്നു. ഇന്നിപ്പോ ഞാൻ നല്ല മൂഡിലിരിക്കുന്നതുകൊണ്ട് ഞാൻ നിന്നൊന്നും പറയണില്ല. ഓക്കെ, ഞാൻ കുറച്ചു മുന്നേ കലിപ്പിലായിരുന്നു. ആ സമയത്താണ് നീ കയറി വന്നെങ്കിൽ നീ തീർന്നു. ഇന്നലെ രാത്രി അവിടെ പോയിക്കായിരുന്നു. ബിജി എന്റെ സാധനം മുകളിലോട്ട് നിൽക്കുന്നു, നേരെ നിൽക്കില്ല, എന്തെങ്കിലും വഴിയുണ്ടോ? എന്റെ സാധനം നേരെ, ബിജി എന്റെ സാധനം മുകളിലോട്ട് നിൽക്കൂ, നേരെ നിൽക്കില്ല, എന്തെങ്കിലും വഴിയുണ്ടോ? അത് നല്ലൊരു പെണ്ണിനും കൊണ്ട് വീണ വായിപ്പിച്ചാൽ മതി. നല്ലൊരു പെണ്ണിനും കൊണ്ട് വീണ വായിപ്പിച്ചാൽ ഏത് സാധനം നന്നായിട്ട് നല്ല എന്താ പറയാ, നല്ല എന്താ പറയാ, നല്ല കൊടിമരം പോലെ നിറഞ്ഞു നിൽക്കും. അത് ശരിക്കും അറിയാനിട്ടാണ്. നല്ല കുട്ടീനെ കിട്ടും, നല്ല പോലെ വീണ വായിപ്പിച്ചാൽ മതി. അപ്പൊ നല്ല കൊടിമരം പോലെ വടിപ്പത്തല് പോലെ സൂപ്പർ. അപ്പൊ പിന്നെ താഴില്ല കേട്ടാ. അല്ല ജമ്മുവിൽ എന്തൊക്കെ ആസ്വദിച്ച കിടക്കണം. അല്ല ജമ്മു ചേച്ചി ഇപ്പൊ നല്ല മൂടല്ലേ, മുല ഒന്ന് കാണിക്കുമോ? കുഴിയിലിട്ടോ? വീണയാണോ ഓടക്കുഴലാണോ വായിക്കുന്നത് നല്ലത്? രണ്ടും കൊള്ളാം, രണ്ടും വായിക്കും. മെറീസ ഒറ്റപ്പിടുക്കം പോയാ? എന്റെ പൊന്നുമോനെ ബിജി ആദ്യമായിട്ട് ഒരുത്തൊരു പേരിട്ടു, ഒറ്റപ്പിടുക്കൻ. ഈ അക്കൗണ്ടിൽ ആയിരിക്കും ഒരു പേരിട്ടിട്ട് വരുമോ? ഒറ്റപ്പിടുക്കൻ്റെ അപ്പൂസിനെ കൊണ്ട് പറ്റും. വേണ്ട, അപ്പൂസിന് അത് കളിയാക്കുന്ന തോന്നും. ഏതൊരു യൂസർ ഐഡികൾ വരട്ടെ. അയ്യോ DP അത് വെക്കല്ലേ, ബാലോ. ജമ്മു ഇന്നലെ എവിടെയായിരുന്നു? ഇന്നലെ കണ്ടില്ലല്ലോ. വീണ വായിക്കുന്ന പെണ്ണും വായിക്കാത്ത വീണയും എങ്ങനെ മനസ്സിലാവും? ഇനി ആർക്കും സംശയമില്ല. പൂക്കാവടി ഏതോ തിരുവനന്തപുരക്കാരനാ, അത് വായിച്ചപ്പോഴത്തേക്ക് മനസ്സിലാക്കുന്നത്. ഏതോ കൊല്ലംകാരനോ തിരുവനന്തപുരക്കാരാന്ന് തോന്നുന്നു. നോക്കണ്ട, എന്തൊക്കെ ഓർഡറാന്നൊക്കെ പറയുന്നത്. ഒരു കൊല്ലം തിരുവനന്തപുരം മേഖലയുള്ള ഏതോ ഒരു വെട്ടാവളിയിലാണ്. ആ ഭാഷ കേട്ടാൽ തന്നെ എനിക്ക് മനസ്സിലായി. കൊടുങ്ങല്ലൂരുകാരൻ, കൊടുങ്ങല്ലുകാരനല്ല, അത് ഇതിലുണ്ട്. അത് തിരുവനന്തപുരം അങ്ങേ സൈഡ്. എന്റെ സിൽവു, എന്റെ മോനെ നീ എവിടെ? എന്റെ സിൽവു ഇപ്പൊ ചേച്ചിനെ മറന്നു. അന്ന് ഞാനൊരു കാറ് ചോദിച്ചിട്ട് സിൽവു മുങ്ങിയതാ, ഓർമ്മയുണ്ടോ? അല്ല, ഒരു പുലി എന്തോ ചോദിച്ചപ്പോ, ഓർമ്മയുണ്ടാ? ഇപ്പഴാ എന്റെ സിൽവു പൊന്തണേ.
ഓ എവിടെയായിരുന്നു ഷോ എന്താ സിൽവോ CMS സിലുവോ ഞാൻ മിന്നാതും കൂടെ സിലുവിന് സ്നേഹമില്ലെങ്കിലും സിലുവോ ഞാൻ നിന്നെ കുറിച്ച് എപ്പോഴും ഇവിടെ പറയും. ചോദിച്ചോക്ക് ഇല്ലേ റൈസിക്ക മിനിഞ്ഞാന്നും കൂടെ നമ്മൾ മിനിഞ്ഞാന്നും കൂടെ സിലുവിന്റെ കാര്യം പറഞ്ഞല്ലേ ഉള്ളൂ അല്ലേ? സിലുവിന്റെ പേര് പറഞ്ഞല്ലേ ഉള്ളൂ. എനിക്ക് ഇഷ്ടപ്പെട്ട ഗിഫ്റ്റേഴ്സിന്റെ പേരിൽ ഞാൻ സിലുവിന്റെ പേര് പറഞ്ഞല്ലേ. ഇന്ന് മിനിഞ്ഞാന്നല്ലേ പറഞ്ഞേ? ചേച്ചി കുറച്ച് ബിസി ആയിരുന്നു. നന്നായി. കണ്ട സിലുവോ നിന്നോടുള്ള സ്നേഹം നിന്നോടൊക്കെ ഉള്ള സ്നേഹം അതാണ്. അതും എത്ര പേരുമില്ല 400 ജനങ്ങളുടെ മുന്നിൽ മിനിഞ്ഞാന്ന് എല്ലാവരും ചോദിച്ചു എനിക്ക് ഇഷ്ടപ്പെട്ട ഗിഫ്റ്റേഴ്സിന്റെ പേര് പറയും. ഞാൻ സിലുവിന്റെ പേര് പറയും. കാരണം എന്തുകൊണ്ടാ ഞാൻ എന്ത് ചോദിച്ചാലും സിലുവ് എനിക്ക് തരുവുള്ളൂ. അല്ലാത്ത പട്ടികളുടെ പേരൊന്നും ഞാൻ ഇവിടെ പറയില്ല. 4-5 വരെ പേര് പറഞ്ഞു. കളവള അർത്തു ഷെയർ ചെയ്തു. താങ്ക് യു. സംശയം തീർന്നാ? ഇനി സംശയങ്ങൾ ചോദിക്കട്ടോ. എനിക്ക് വയ്യ സിലുവ്. തൊണ്ടവേദന. സിൽവോ കുറെ ആയില്ലേ ചോദിച്ചോട്ടെ. വേണ്ട. സിലുവിനെ കണ്ട അപ്പ ചോദിക്കാൻ വരും. സിലുവ് ഒറ്റ മുങ്ങും. ചുമയും പനിയില്ല. ജലദോഷം ചുമയും തൊണ്ടവേദന. കാവ്യ ബ്ലോക്ക് ചെയ്യണമെന്നു. ചേച്ചി ഡ്രൈവിംഗ്. ഡ്രൈവിംഗ് ആണോ? ഡ്രൈവിംഗ് ഒക്കെ നിർത്തിയിട്ട് മതി. ഡ്രൈവ് ചെയ്തോ. കരിവള ബ്ലാക്ക് എവിടുന്നു? അതാണോ ചോദിച്ചേ? കരിവള ദുബായ്. ശരി. മീര ബസാറ് ദുബായ്. കരിവള എല്ലായിടത്തും കിട്ടുമല്ലോ. മീന ബസാറ് നമ്മുടെ ബർദുബായ് നെസ്റ്റോന്റെ സൈഡ്. ഞാൻ അവിടെ നിന്ന് മേടിക്കാറ്. 10 രൂപ. ഞാൻ അങ്ങ് പോകുന്നുണ്ട്. പക്ഷെ ഞാൻ അങ്ങോട്ട് നടന്നുകൊണ്ട് ചോദിക്കാം. ഇന്നലെ കുറെ നേരം പിന്നാലെ ഒന്ന് ബംഗാളി അത് ഓടി. ബിജി നോമ്പിന് വാണം വിടാൻ പറ്റുമോ? നോമ്പിന് ആൾക്ക് വാണം വിടാൻ തോന്നുന്നതിന് വിടും. അപ്പൊ അവർ പോയി കുളിക്കും. അങ്ങനെയാണ്. എനിക്കറിയില്ല. എനിക്ക് ഈ മുസ്ലിങ്ങളുടെ ഇതിനെ കുറിച്ച് അറിയില്ല കേട്ടാ. ബിജി ഒരു പെണ്ണിനെ ഫസ്റ്റ് കാണുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഉമ്മയിലാണോ സ്റ്റാർട്ട് ചെയ്യുക? പൈസക്ക് വരുന്ന ആണുങ്ങളാണെങ്കിൽ, പൈസ കൊടുത്തിട്ട് വരുന്ന ആണുങ്ങളാണെങ്കിൽ ഒരു പെണ്ണിനെ എന്തായാലും ഉമ്മയെന്നല്ല തുടങ്ങുക. അവര് ഉമ്മയും കുമ്മയുമായിരുന്നു നിൽക്കില്ല. അവര് പൈസ തരുന്ന ആളുകളാണ്. അവര് വെക്കുന്നതും വന്ന ഡ്രസ്സ് ഒരു പൈസ തൊട്ട് കിടക്കുന്നു പറഞ്ഞിട്ട് പാൻറ് ഊരിയിട്ട് ഒന്നിങ്ങനെ ഒന്ന് നോക്കി അത് കണ്ട് ഇത് കണ്ട് ഒരു ഉമ്മ ഇത് വെച്ച് 2 കയറ്റി അടിച്ച് അതങ്ങനെ അങ്ങനെയില്ല. പൈസക്ക് അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ കൊഞ്ചി വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ അത് ഫുൾ ടൈം പിടിക്കും. ഫസ്റ്റ് ടൈം എല്ലാവർക്കും ഒരു മടിയായിരിക്കും. വരിക, അടിക്കുക, പോവുക. അതെ, അത് പൈസ ഒരു കാര്യമുണ്ട്. പൈസ തരുന്നവരും റൊമാൻസ് ഉള്ളവരുണ്ട്. അത് വേറെ കാര്യം. എല്ലാവരും അങ്ങനെയല്ലല്ലോ. പക്ഷെ മലയാളികൾ കൊള്ളൂല. ശവങ്ങള് വൃത്തിയട്ടവന്മാര്. എനിക്ക് തീരെ ഇഷ്ടമല്ല മലയാളീസിനെ. ഞാനൊരു മലയാളിയാണ്. പക്ഷേ 100-ൽ 90 മലയാളിയാണെങ്കിൽ കച്ചറിയാം. കുളിക്കില്ല, അലക്കയില്ല, പല്ലു തേക്കില്ല. ബാക്കി 10% മലയാളിയാണെങ്കിൽ നല്ല ഇച്ചിരി ഡീസന്റ് ഉള്ളത് പറയാം. ഇതിന് മേൽ തമിഴന്മാരാ ശ്രീലങ്കയും പൊളിക്കും. നല്ല വരുന്നോ ഒന്ന് ഒമാലിറ്റി ഒരു കാമൂരും കാമുകിയുമാണെങ്കിൽ പൊളിക്കും.